കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശനം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്? ഉന്മേഷ്, CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് കോൺഗ്രസിന്റെ നിലപാടുകളെ മുഖ്യമന്ത്രി അതിനിശ്ചിതമായി വിമർശിക്കുന്നത്. കോൺഗ്രസ് മതനിരപേക്ഷതയുടെ കാര്യത്തിലും മറ്റും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പാർട്ടിയാണ് എന്ന അർത്ഥം വരുന്ന പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് മുഖ്യമന്ത്രി ഈ ലേഖനത്തിലുടനീളം പറയുന്നത്. അതായത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്താനുള്ള കാരണം കോൺഗ്രസാണ്, കോൺഗ്രസിന്റെ നയങ്ങളാണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. ഡൽഹിയിലെ വിജയമാണ്, അതായത് ഡൽഹിയിലെ BJP വിജയമാണ് മുഖ്യമന്ത്രി ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണ് എന്ന കാര്യവും മുഖ്യമന്ത്രി വിമർശന വിധേയമായി പറയുന്നുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഈ മതനിരപേക്ഷ നിലപാടുകളിലടക്കമുള്ള ഈ ചാഞ്ചാട്ടപരമായ നിലപാട്, അതിൽ ലീഗ് ഇതേപ്പറ്റി ഗൗരവപൂർവ്വം ആലോചിക്കണം എന്ന തരത്തിലുള്ള ആവശ്യവും മുഖ്യമന്ത്രി ഈ ലേഖനത്തിൽ മുന്നോട്ട് വെക്കുന്നു. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ലീഗിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ഗൗരവമായി ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണ് എന്നാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. ഇത്തരത്തിൽ മതനിരപേക്ഷ നിലപാടുകളുടെ കാര്യത്തിൽ ചാഞ്ചാട്ടപരമായ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെ വിശ്വസിച്ച് എങ്ങനെയാണ് ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയുകയെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിക്കുന്നു. ദില്ലിയിലെ ആം ആദ്മിയുടെ പരാജയത്തിന് പിന്നാലെ ഇത്തരത്തിൽ ലീഗ് നേതൃത്വത്തിലെ ചിലർ എങ്കിലും ഈ വിമർശനം ഉന്നയിച്ചു. ആ വിമർശനങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കുക എന്ന ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനും ഈ ലേഖനത്തിനും പിന്നിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കൊല്ലത്ത് നിന്ന്.